നടൻ വിജയ്ക്ക് തിരിച്ചടി. വിജയുടെ ജനനായകന്റെ റിലീസിന് അനുമതിയില്ല. സെൻസർ ബോർഡ് അപ്പീലിൽ മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റേതാണ് വിധി. അഭിലാഷ് രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി ചേരുന്നു. അഭിലാഷ്, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഡിവിഷൻ ബെഞ്ച് ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഈ ജനനായകനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോടതിയിൽ ഇന്ന് മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് ഇന്ന് ഹർജി പരിഗണിച്ചത്. അത് സെൻസർ ബോർഡിന്റെ അപ്പീലാണ് ഇന്ന് പരിഗണിച്ചത്. ആ അപ്പീൽ പരിഗണിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായും ഡിവിഷൻ ബെഞ്ച് ശ്രദ്ധിച്ചത് നേരത്തെ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിൽ ചില പാകപ്പിഴകൾ ഉണ്ടായിരുന്നു. അതായത് ഇത്തരത്തിൽ ഒരു റീസെൻസറിങ്ങിനായിട്ട് അപ്പീൽ റീസെൻസറിങ്ങിനായിട്ട് സിനിമ പരിഗണിക്കണമെന്ന് നേരത്തെ സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അത്തരത്തിലൊരു ആവശ്യം പരിഗണിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രൊഡ്യൂസേഴ്സ് കോടതിയെ സമീപിച്ചിരുന്നില്ല. എന്നാൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് ഇത്തരത്തിൽ സിനിമ ഇനി റീസെൻസറിങ്ങിന് പരിഗണിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു വിധി പുറപ്പെടുവിച്ചത്. ഇക്കാര്യത്തിലാണ് പ്രധാനമായും ഡിവിഷൻ ബെഞ്ച് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അതായത് പ്രൊഡ്യൂസേഴ്സിന് പോലും വാദിഭാഗത്തിന് പോലും ഇല്ലാത്തൊരു ആവശ്യത്തിൽ എങ്ങനെയാണ് സിംഗിൾ ബെഞ്ച് ഒരു വിധി പറഞ്ഞിരിക്കുന്നത്? അതുകൊണ്ട് തന്നെ ഈ കേസ് ഒന്നുകൂടി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ പരിഗണിച്ച അതേ ജഡ്ജിലേക്ക് വീണ്ടും കേസ് കൊടുത്തിരിക്കുന്നു. കേസ് പരിഗണിക്കാനായിട്ട് വിട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വിഷയത്തിൽ നിരവധി ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. കാരണം ജനുവരി 9-ന് റിലീസ് ചെയ്യാനിരുന്ന ചിത്രമാണ് ജനനായകൻ എന്ന് പറയുന്നത്. പക്ഷേ അന്ന് ഇത്തരത്തിൽ ആദ്യം സെൻസർ ബോർഡ് ചിത്രം കാണുന്നു. 5 പേർ അടങ്ങുന്ന സമിതി ചിത്രം കണ്ടതിന് ശേഷം UA-16 എന്നുള്ള ഒരു സെൻസർ സർട്ടിഫിക്കറ്റ് നൽകാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. പിന്നീട് പ്രൊഡ്യൂസേഴ്സ് പോലും അറിയാതെ ആ സെൻസർ ബോർഡിൽ ഉണ്ടായിരുന്ന ഒരു അംഗം തന്നെ ഈ സിനിമയുടെ കാര്യങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു കേസ് കൊടുക്കുന്നു, ഹർജി ഹൈക്കോടതിയിൽ കൊടുക്കുന്നു. ആ ഹർജി പരിഗണിച്ച കോടതി അത്തരത്തിൽ ഒരു വാദവും നിലനിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സിനിമ റിലീസ് ചെയ്യാനായിട്ട് കൊടുക്കുകയായിരുന്നു. എന്നാൽ ആ വിഷയത്തിൽ പ്രധാനമായും വീണ്ടും ഒരു അഫിഡവിറ്റ് നൽകാനായിട്ട് ഈ സെൻസർ ബോർഡിന് സമയം കൊടുത്തു, അല്ലെങ്കിൽ അതിന് ഒരു സാവകാശം കൊടുത്തു എന്നുള്ളൊരു ചോദ്യം കൂടി ഡിവിഷൻ ബെഞ്ച് ചോദിച്ചിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം കൂടി സെൻസർ ബോർഡ് പറഞ്ഞത് തങ്ങൾക്ക് മറ്റൊരു അപ്പീൽ നൽകാൻ, ഒരു അഫിഡവിറ്റ് നൽകാനുള്ള ഒരു സാവകാശം പോലും സിംഗിൾ ബെഞ്ച് നൽകിയിരുന്നില്ല. ഈ കാര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ഈ കേസ് പരിഗണിക്കാനായിട്ട് സിംഗിൾ ബെഞ്ചിലേക്ക് തന്നെ ഡിവിഷൻ ബെഞ്ച് കേസ് വിട്ടിരിക്കുന്നത്. എന്തായാലും നിലവിൽ KVN പ്രൊഡക്ഷൻസിനും നടൻ വിജയ്ക്കും ഈ വിഷയത്തിൽ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഈ തിരിച്ചടി വിജയ് ഏത് രീതിയിൽ ഉപയോഗിക്കുമെന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം തിരഞ്ഞെടുപ്പ് വരാൻ പക്ഷേ അഭിലാഷ്, ഇതിൽ എടുത്തു പറയേണ്ടത് കോടതി ഇതിന്റെ മെറിറ്റിലേക്കൊന്നും പോയിട്ടില്ല. മറിച്ച് കോടതി പറയുന്നത് ഒരു കേസ് പരിഗണനയ്ക്ക് വരുമ്പോൾ അതിൽ വാദങ്ങൾ ഉയർത്തുന്നതിനും സത്യവാങ്മൂലം നൽകുന്നതിനുമൊക്കെ സാങ്കേതികമാണ് അത് നടപടിക്രമങ്ങൾ. അതിൽ പിഴവുകൾ സംഭവിച്ചു എന്നാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് എതിർ സത്യവാങ്മൂലം നൽകാൻ സമയം അനുവദിച്ചില്ല എന്ന് സെൻസർ ബോർഡ് പറയുന്നു. അതൊരു നടപടിക്രമത്തിന്റെ ഭാഗമാണ്. അതിന് സമയം അനുവദിക്കേണ്ടതുണ്ടായിരുന്നു എന്ന് കോടതി നിരീക്ഷിക്കുന്നു. അങ്ങനെ സമയം അനുവദിക്കുക എന്നതാണ്. അപ്പോൾ ഈ സെൻസർ ബോർഡിന് ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ വേണം ഈ സത്യവാങ്മൂലം സമർപ്പിക്കാൻ, എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ എന്ന നിർദ്ദേശം ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് നൽകിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ആ ദിവസം കോടതി ഇത് പരിഗണിക്കുകയും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യാമല്ലോ. അതുകൊണ്ട് ഇതിനിയും ഏറെ നാൾ നീണ്ടുപോകുമെന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? ഇപ്പോൾ ഈ കേസിന് ഒന്നേന്ന് പരിഗണിക്കുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ വീണ്ടും ഇനി എന്നാണ് ഈ കേസിന് അടുത്ത് ഹർജി കൊടുക്കണം, ആ കേസ് പരിഗണിക്കണം, പരിഗണിച്ചതിന് ശേഷം കോടതി അതിൻ്റെ വിധി പറയാൻ മാറ്റുകയൊക്കെ ചെയ്യുമ്പോൾ ഇനി എന്നാണ് ഈ ഇത്തരത്തിലൊരു സിനിമ റിലീസ് ആവുക എന്നുള്ള കാര്യത്തിൽ അനിശ്ചിതത്വമുണ്ട്. എന്തായാലും അനിശ്ചിത കാലത്തേക്ക് സിനിമയുടെ റിലീസ് നീണ്ടുപോകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനമായും ഇന്ന് ഡിവിഷൻ ബെഞ്ച് നോക്കിയത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇത്തരത്തിൽ ഒരു സെൻസർ ബോർഡിലേക്ക് റീസെൻസർ ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ട് കൊണ്ടുള്ള സെൻസർ ബോർഡിന്റെ ആവശ്യത്തെ സിംഗിൾ ബെഞ്ച് നിരാകരിച്ചപ്പോൾ അതിന് അത്തരത്തിലൊരു ആവശ്യം KVN പ്രൊഡക്ഷൻസ് മുന്നോട്ട് വെച്ചോ എന്നുള്ളതായിരുന്നു ഒരു പ്രധാനപ്പെട്ട ചോദ്യം. മറ്റൊന്ന്, ഇത്തരത്തിൽ ഒരു ഹർജി പരിഗണിച്ച് ആ ഹർജി തള്ളിക്കളയുമ്പോൾ ഒരു അഫിഡവിറ്റ് വീണ്ടും നൽകാനുള്ള ഒരു സാവകാശം സെൻസർ ബോർഡിന് സിംഗിൾ ബെഞ്ച് അനുവദിച്ചോ എന്നുള്ളൊരു ചോദ്യം കൂടി ഡിവിഷൻ ബെഞ്ച് ചോദിച്ചു. ഈ 2 സാങ്കേതികമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കേസിലെ മെറിറ്റിലേക്ക് കടക്കാതെ തന്നെ കേസ് ഒന്നേന്ന് പരിഗണിച്ച്
പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് സിംഗിൾ ബെഞ്ചിലേക്ക് തന്നെ ഡിവിഷൻ ബെഞ്ച് കേസ് കൈമാറിയിരിക്കുന്നത്. ഇനിയിപ്പോൾ അഭിലാഷ് നേരത്തെ ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. ഇനി എന്നാണ് ഈ സിനിമയുടെ റിലീസ് എന്നെന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ഒരു ഉത്തരം ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഇത് വിജയ് ഏത് രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഈ ജനനായകന്റെ വിഷയം ഉയർത്തിക്കാട്ടുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ഇരവാദം ഉന്നയിച്ചുകൊണ്ട് താൻ മുന്നോട്ട് വെച്ച തൻ്റെ അവസാനത്തെ സിനിമ പോലും റിലീസ് ചെയ്യാൻ സമ്മതിക്കാതെ കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ തന്നെ വേട്ടയാടുന്നു എന്നുള്ളൊരു ഇരവാദം സംസ്ഥാനത്ത് ഉന്നയിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. മാത്രമല്ല ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് വിജയുടെ സിനിമ റിലീസ് ചെയ്യാനുള്ള എന്തെങ്കിലും സാഹചര്യമുണ്ടോ, നിയമപരമായ നിയമപ്രശ്നങ്ങളുണ്ടോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇക്കാര്യത്തിൽ വിജയ് ആരാധകരടക്കം വിജയ്ക്ക് കൂടുതൽ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. തെരഞ്ഞെടുപ്പ് ശരി, തീർച്ചയായും. അതായത് ഈ വിജയുടെ രാഷ്ട്രീയ പ്രവേശനം, അതിനുശേഷം തന്റെ അവസാന ചിത്രം എന്ന നിലയിൽ പ്രതികരിച്ചിട്ടുള്ള ഒരു ചിത്രം, അത് രാഷ്ട്രീയമായി കൂടി വലിയ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ അഭിലാഷ്. ഇനിയിപ്പോൾ ഈ പറയുന്നത് പോലെ സിംഗിൾ ബെഞ്ചിൽ സെൻസർ ബോർഡ് എതിർ സത്യവാങ്മൂലം നൽകി, അത് സിനിമയ്ക്ക് അനുകൂലമായി മാറുന്നു. വീണ്ടും അനുകൂലമായി സിംഗിൾ ബെഞ്ച് തീരുമാനമെടുത്താൽ വീണ്ടും സെൻസർ ബോർഡ് ഡിവിഷൻ ബെഞ്ചിലേക്ക് തന്നെ വരുന്നൊരു സാഹചര്യം ഉണ്ടാകാം. പിന്നീട് സുപ്രീം കോടതിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകാം. അങ്ങനെ എപ്പോഴാകും റിലീസ് എന്നത് ഇപ്പോഴും നീണ്ടുപോകുന്നു, അതിലേക്ക് തന്നെ എത്തുന്നു. അപ്പോൾ അതിനെ കൃത്യമായി രാഷ്ട്രീയമായി ഇതിൽ കൂടുതൽ പ്രതികരണങ്ങൾ വരുന്നുണ്ടോ, വിജയുടെ പ്രതികരണം വന്നിട്ടുണ്ടോ, എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ്, ഈ സിനിമയുമായി ബന്ധപ്പെട്ട് വിജയ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു പാർട്ടിയുടെ യോഗത്തിൽ പറഞ്ഞത് ഒരു തരത്തിലുള്ള സമ്മർദ്ദത്തിനും തന്നെ കീഴടക്കാനാവില്ല, ഒരു തരത്തിലുള്ള ഏത് തരത്തിലുള്ള പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും അതിനെ ഒറ്റയ്ക്ക് നേരിട്ട് പാർട്ടി ഒറ്റയ്ക്ക് തന്നെ മത്സരിക്കും. അതിൽ രാഷ്ട്രീയപരമായിട്ടോ തൻ്റെ കരിയറുമായി ബന്ധപ്പെട്ടുള്ള ഏത് സമ്മർദ്ദങ്ങൾ തനിക്ക് മേൽ ചുമത്തിയാലും ഒരു തരത്തിലും താൻ കുലുങ്ങില്ല എന്ന് പരോക്ഷമായ രീതിയിലാണ് ഇത്തരം കാര്യങ്ങളിലെല്ലാം വിജയ് പ്രതികരിച്ചത്. കലൂർ ദുരന്തത്തിലടക്കം CBI 2 തവണ ചോദ്യം ചെയ്യാൻ വിളിച്ചിരുന്നു. അത് കൂടുതൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ താൻ തെരഞ്ഞെടുപ്പിൽ എത്തിയതോടുകൂടി തന്നെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതോടുകൂടി തന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്നുള്ള ഒരു ഈരവാദം വിജയ് ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് കൃത്യമായ രീതിയിൽ കഴിഞ്ഞ യോഗത്തിലടക്കം പറഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ജനനായകന്റെ റിലീസ് നീണ്ടുപോകുന്നത് വിജയ് ആരാധകരെ സംബന്ധിച്ചും പാർട്ടി നേതാക്കളെ സംബന്ധിച്ചും അതുപോലെ വിജയെ അനുകൂലിക്കുന്നവരെ സംബന്ധിച്ചും വലിയ രീതിയിൽ വിജയ്ക്ക് അനുകൂലമായ ഒരു നിലപാട് എടുക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലടക്കം ഇതൊരു പ്രധാന ചർച്ചാ വിഷയമാകും. മാത്രമല്ല സിനിമയുടെ ട്രെയിലറിലടക്കം നമ്മൾ കാണുന്നുണ്ട് രാഷ്ട്രീയത്തെ സ്വന്തം ലാഭങ്ങൾക്കായി ഉപയോഗിക്കുന്ന ആളുകൾക്കെതിരെയൊക്കെ ആ സിനിമയിൽ പരാമർശങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ രാഷ്ട്രീയപരമായി തന്നെ വിജയ് ഇത് ഉപയോഗിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. എന്നാൽ പോലും ജനനായകന്റെ റിലീസുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യത്തിലും വിജയ് പരസ്യമായ ഒരു പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടില്ല. എന്നാൽ പരോക്ഷ പ്രതികരണം നടത്തിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കേസുമായി മുന്നോട്ട് പോകുന്നത് സിനിമയുടെ നിർമ്മാതാക്കളായ KVN പ്രൊഡക്ഷൻസ് ആണ്. അവരെ സംബന്ധിച്ച് എന്തായാലും വലിയ നഷ്ടം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. കാരണം ജനുവരി 9 റിലീസാവേണ്ട സിനിമ ഒരു മാസം കഴിയുമ്പോഴും റിലീസാവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനം. മാത്രവുമല്ല, എപ്പോഴാണ് നിയമ നടപടികൾ പൂർത്തിയാക്കി സിനിമ ഇനി തിയേറ്ററുകളിലേക്ക് എത്തുക എന്നതിലും